നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞു. ആര്യാടൻ ഷൗക്കത്താണ് ഇനി നിലമ്പൂരിന്റെ സുൽത്താൻ. പക്ഷേ ചോദ്യം വീണ്ടും ബാക്കിയാണ് അശോക് സാർ. പി വി അൻവർ ആണ് ആ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യും? UDF തിരിച്ചെടുക്കുമോ, അതോ ഇതുപോലെ സ്വതന്ത്രനായി തന്നെ ഇനി പല തെരഞ്ഞെടുപ്പുകളിലും അൻവറിനെ കാണാൻ സാധിക്കുമോ? അൻവറിന്റെ ഒരു രാഷ്ട്രീയ ഭാവി, അതാണ് എന്റെ ചോദ്യം. അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് രണ്ട് മുന്നണികളുടെയും ദശാകാലം പോലിരിക്കും. കാരണം ഈ കേരളത്തില് ഇങ്ങനെ ഒറ്റപ്പെട്ട സോദരപാർ അൻവറിന് കുറച്ചുകൂടെ പശ്ചാത്തലമുണ്ട്. അൻവറിന്റെ കുടുംബം ഒരു ശക്തമായ കോൺഗ്രസ് കുടുംബമായിരുന്നു. പിന്നെ അവിടെ കാര്യമായ സോഷ്യൽ വർക്കുകളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വ്യവസായിയാണ്. വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ മുന്നണിക്കകത്തോ രാഷ്ട്രീയ കക്ഷിക്കകത്തോ ഒതുങ്ങാൻ തക്കതായ ഒരു വലിപ്പമല്ല അൻവറിന് സ്വന്തം നിലയിലുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം 2014 വയനാടിൽ മത്സരിക്കണം എന്ന് പറഞ്ഞു. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ന്യായമായ കാര്യമായിരുന്നു. വയനാട്ടില് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാവുന്നതാണ് ആയിരുന്നു. അത് കൊടുത്തില്ല, കോൺഗ്രസ് കൊടുത്തില്ല. കോൺഗ്രസ് കൊടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി സ്വതന്ത്രനായിട്ട് മത്സരിച്ചിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 20,000 കുറയ്ക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ 20,000 വോട്ടുകൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ കിട്ടിയ 20,000 വോട്ടും അന്നത്തെ 20,000 വോട്ടും അത് സ്ഥായിയായിട്ട് നിലനിൽക്കുമെന്നൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഹാലോ അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായിരുന്ന ഒരു പശ്ചാത്തലം പിന്നീട് ഇദ്ദേഹത്തിന് ഉണ്ടാകണം നിർബന്ധമില്ല. ഇടതുമുന്നണിയിൽ നിന്നതുകൊണ്ടും ഇടത് വിരുദ്ധർ ധാരാളം ഉള്ളതുകൊണ്ടും ഈ 20,000 ഉറച്ചു കിട്ടി. സ്വതന്ത്രനായിട്ട് തുടർന്ന് പോവുകയാണെങ്കിൽ വരുന്ന അടുത്ത ഇലക്ഷൻ അദ്ദേഹത്തിന് മത്സരിക്കാം. മത്സരിക്കാനുള്ള ചെലവിനുള്ള കാശും കെട്ടിവെക്കാനുള്ള കാശും ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ആ മത്സരങ്ങളിൽ പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ക്രമേണ കുറഞ്ഞ് ഇദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കുറഞ്ഞു വരും. പിന്നീട് ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുകളുടെ ഇദ്ദേഹത്തെ സ്നേഹം കൊണ്ട് മാത്രം വോട്ട് ചെയ്യുന്ന കുറച്ചു പേരുടെ വോട്ടിലേക്ക്, അതായത് ഇപ്പോൾ SDP-ക്കൊക്കെ കിട്ടിയ പോലെ 2000 വോട്ട് വരെ, 20,000-ൽ നിന്ന് 2000 വോട്ട് വരെ ആയിട്ട് സ്വതന്ത്രൻ എന്ന നിലയിൽ ചുരുങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും ഒരു മുന്നണിയിൽ കയറിക്കൂടാൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈ ഇത്തരം സർവതന്ത്ര സ്വതന്ത്രന്മാരെ എടുത്ത് എല്ലാ മുന്നണികളും കുഴപ്പമുണ്ടാക്കാറുണ്ട്. അതിലൊരു വ്യത്യസ്തനായ ഒരു വ്യക്തി എന്ന് പറയുന്നത് പത്തനംതിട്ട MLA ആയിരുന്ന KK നായരാണ്. അദ്ദേഹം വളരെ ജെന്റിലായിട്ടുള്ള ഒരു ആളായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. പത്തനംതിട്ട ജില്ല മേടിച്ചു. അതിനുശേഷം പുള്ളി കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും മുന്നോട്ട് വെച്ചില്ല. ഇരു മുന്നണികളും, പ്രത്യേകിച്ച് ഇത്തരം കക്ഷികൾ കൊണ്ട് ഏറ്റവും അധികം കുഴപ്പമുണ്ടായിട്ടുള്ളത് ഇടതുമുന്നണിക്കാണ്. ഇടതുമുന്നണിയിലാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് കക്ഷികളുണ്ട്. AV താമരാക്ഷൻ, പിന്നീട് നമ്മളുടെ കോൺഗ്രസ് ചെറിയാൻ ഫിലിപ്പ്, പിന്നെ ഇപ്പം PV അൻവറൊക്കെ ആ മുന്നണിക്ക് ഉണ്ടാക്കി വെച്ച ക്ഷതം എന്ന് പറയുന്ന വളരെ വലിയ കാര്യമാണ്. മുഖ്യമന്ത്രി അറഞ്ചം പുറഞ്ചം ആക്രമിക്കുകയായിരുന്നു. എന്നിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. അപ്പൊ ഇങ്ങനെ താമരാക്ഷൻ ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുകയും ഇടതുപക്ഷം RSP ആയിട്ട് തുടങ്ങി, പിന്നെ സ്വതന്ത്രനായി, അങ്ങനെ പോയ കക്ഷികളാണ്. അപ്പൊ ഇത്തരം ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ഭയങ്കര വോളറ്റൈലായിരിക്കും. എപ്പോൾ വേണമെങ്കിൽ ഇവർക്ക് തീ പിടിക്കും. ഇതാണ് ഇത്തരം കക്ഷികളെ ഉൾപ്പെടുത്തുന്നതിലുള്ള കുഴപ്പം. വലതുമുന്നണിയിലാണെങ്കിൽ UDF-ലാണെങ്കിൽ ഒരു ധാരാളം ആളുകളുണ്ട്. കടവൂർ ശിവദാസൻ തുടങ്ങി ഇപ്പം വീണ്ടും ചെറിയാൻ ഫിലിപ്പ് തിരിച്ചു വന്നപ്പോൾ ചെറിയാൻ ഫിലിപ്പ് വരെ ഉള്ള ഒറ്റപ്പെട്ട സ്വതന്ത്രന്മാർ അങ്ങനെ വന്നിട്ടുണ്ട്. CP ജോണുണ്ട്, അരവിന്ദാക്ഷനുണ്ട്, പിന്നെ അങ്ങനെ ധാരാളം ഒറ്റപ്പെട്ട സ്വതന്ത്രന്മാർ ഈ പാർട്ടിയിലുണ്ട്. അതില് കരുണാകരന്റെ ഒരു തണലിലാണ് ഇദ്ദേഹത്തിനെ
കടവൂർ ശിവദാസൻ രാഷ്ട്രീയത്തിലേക്ക് ശക്തനായിട്ട് തിരിച്ചു വന്നത്. ഇവർക്കൊക്കെ ഉള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ക്വാളിറ്റിയും ദോഷവും എന്ന് പറയുന്ന ഇവരുടെ ആ ഇന്റേണൽ പൊട്ടൻഷ്യലാണ്. ഈ പൊട്ടൻഷ്യൽ കാരണം ഇവരൊന്നും തന്നെ മുന്നണിക്കകത്ത് ഒതുങ്ങും എന്ന് ആരും പ്രത്യാശിക്കേണ്ട. ഏത് മുന്നണിയിൽ പോയി ഇപ്പം UDF എടുത്തു വെക്കുകയാണെങ്കിൽ ഇനി UDFനാണ് ഇതിന്റെ അപകടം ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പം തന്നെ ബേപ്പൂർ സീറ്റ് ചോദിച്ചെന്ന് തോന്നുന്നു. ബേപ്പൂർ സീറ്റില് താൻ മത്സരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മുന്നോട്ടിരിക്കുന്നത് വേണ്ട, നിലമ്പൂര് നിൽക്കുന്നില്ല, നിലമ്പൂരിൽ ആര്യാടൻ ജയിച്ചോട്ടെ, ബേപ്പൂർ സീറ്റ് ജയിക്കാം. പക്ഷെ ബേപ്പൂർ സീറ്റിൽ ഇദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വളരെ അതിശക്തനായ പിണറായി വിജയനോട് ഏറ്റുമുട്ടാൻ തക്കതായ കരുത്ത് കാണിച്ച, അല്ലെങ്കിൽ വിപതി ധൈര്യം എന്നാണ് പറയുന്നത്, ഇപ്പം ധൈര്യം കൂടിയിട്ടങ്ങ് കയറി ആക്രമിക്കുകയൊക്കെയാണ് ചെയ്തത്. എന്നിട്ട് എങ്ങും ഒന്നും എത്തിയിട്ടില്ല. ഇവരുടെ ഈ അടുത്ത പ്രശ്നം ഇതാണ്, എങ്ങും എത്തുകയില്ല. ഈ പറയുന്ന കക്ഷികള് ഇടതുമുന്നണിക്കകത്ത് ഇതുപോലെ വേറൊരു സ്വതന്ത്രൻ ഉണ്ടായിരുന്നു, കടമനിട്ട രാമകൃഷ്ണൻ. അദ്ദേഹം സ്വതന്ത്രനാണോ പാർട്ടിക്കാരനാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവസാനം പിണങ്ങി, പാർട്ടിയുമായിട്ട് പിണങ്ങേണ്ടി വന്നു. അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച സീറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഈ സ്വതന്ത്രന്മാരുടെ ഈ ഒരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തെ മുന്നണി നേതൃത്വത്തിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ ഒക്കും എന്നുള്ളതിനെ ആസ്പദമാക്കിയായിരിക്കും PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തുടരാൻ പോകുന്നത്. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PV അൻവർ ബിസിനസ് ഒക്കെ ചെയ്ത് വളരെ നല്ല രീതിയിൽ ഉയർച്ചയിലേക്ക് പോകും. വേറൊന്നും ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ പിതാവിനെ പോലെ ദീർഘകാലം അവിടുത്തെ MLA ആയിട്ടിരിക്കും എന്നാണ് ജനത്തിന്റെ താല്പര്യമെന്ന് തോന്നുന്നു. കാരണം അതാണിപ്പോൾ സംഭവിച്ചത്. ആര്യാടന്റെ ലീഗസി നിലമ്പൂരുകാര് തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ ഇതിനെപ്പറ്റി വേറൊന്നും ഇപ്പോൾ ചിത്രം വ്യക്തമല്ല. അദ്ദേഹം ഏത് മുന്നണിയിൽ, അത് തിരിച്ച് ഇടതു മുന്നണിയിലേക്ക് പോകുമോ? ഇടയ്ക്ക് ഗോവിന്ദ മാഷ് അങ്ങനൊരു പ്രസ്താവന ഇറക്കിയ പോലെ തോന്നി, തിരിച്ച് ഇടതു മുന്നണി സ്വീകരിക്കും എന്നുള്ളത്. ഇപ്പം ഗോവിന്ദ മാഷ് തന്നെ വെള്ളത്തിലായി നിൽക്കുന്ന ഈ സന്ദർഭത്തില് അതിന് വലിയ പ്രസക്തി ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. UDFന്റെ വിധി എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇങ്ങനെ കൊട്ടയിലും ചാക്കിലും ഒന്നും കൊള്ളാത്ത സ്വതന്ത്രന്മാരെ ഹാൻഡിൽ ചെയ്യാൻ തക്കതായ കഴിവ് അപ്പം K കരുണാകരനായാലും പിണറായി വിജയനായാലും EMSനും അച്യുതാനന്ദനൊക്കെ ഉള്ള പോലുള്ള കഴിവ്, അല്ലെങ്കിൽ AK ആന്റണി, ഉമ്മൻചാണ്ടി, ഇവർക്കൊക്കെ ഉള്ള കഴിവുള്ള നേതൃത്വം UDFിലുണ്ടെങ്കിൽ അവർക്ക്, LDFിലുണ്ടെങ്കിൽ അവർക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. വീണ്ടും LDFന് വേണേൽ വീണ്ടും തിരിച്ചെടുക്കാം, UDFന് ഈ ആളിനെ കൊണ്ടുപോകാം. ഇത്രയും ഇതിൻ്റെ അകത്ത് ഇപ്പോഴത്തെ ഒരു പരിതസ്ഥിതിയിൽ വ്യക്തമായിട്ടുള്ള ചിത്രം ഇതാണ്. ബാക്കിയൊക്കെ PV അൻവറിന്റെ ഇനിയുള്ള ഇവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ അനുസരിച്ചിരിക്കും. അതാണ്. എന്തായാലും PV അൻവറിനെ തള്ളാനും കൊള്ളാനും വയ്യാത്ത ഒരവസ്ഥയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ, അതായത് UDFും CPMും ഒക്കെ. അശോക് സാർ പറഞ്ഞതുപോലെ ഇടയ്ക്ക് ഗോവിന്ദൻ മാഷിന്റെ വക ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സൂചന നൽകിയിരുന്നു, അൻവറിന് മനമാറ്റം ഉണ്ടായി തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്നുള്ള രീതിയിൽ. അതുപോലെ UDFിൽ എന്താ പറയാ, ഈ ഒരു നിലമ്പൂർ ഇലക്ഷനോട് കൂടി അവിടെ സതീശനിസം വിജയിച്ചു എന്നൊക്കെ തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ BD സതീശൻ PV അൻവറിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും, അത് മുന്നണിക്കുള്ളിൽ ഏത് തരത്തിൽ ഒരു ചർച്ചയ്ക്ക് വഴിവെക്കും, മുന്നണിയിൽ എന്തൊക്കെ അഭിപ്രായങ്ങൾ ഉയരും എന്നൊക്കെയുള്ളതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു വിഷയമാണ്. ഒപ്പം ബേപ്പൂരിലേക്ക് പോകാനാണ് സാധ്യത എന്ന് PV അൻവർ പറയുമ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള ചർച്ചകളും സജീവമാണ്. എന്തൊക്കെയായാലും പക്ഷേ ചോദ്യം ബാക്കിയാണ്, PV അൻവർ ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ഭാവി വ്യക്തമാണ്. താങ്ക് യു അശോക് സർ.